വെൽക്കം ടു 4 ഡോട്ട്സ് വിഷൻ. നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് വാഴപ്പിണ്ടി. ഈ വാഴപ്പിണ്ടിയുടെ ഗുണവും അതോടൊപ്പം തന്നെ ഇതുകൊണ്ട് സ്വാദിഷ്ടമായ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വാഴപ്പിണ്ടി ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം ഇതുപോലെ റിങ് പോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഉണ്ടാകുന്ന ആ നൂല് കൈവിരലെ ചുറ്റിയെടുക്കണം. സാധാരണ നമ്മൾ ഉപ്പേരിയൊക്കെ വറക്കാൻ വേണ്ടി ഏത്തയ്ക്ക കട്ട് ചെയ്യുന്ന റിങ്ങായിട്ട് കട്ട് ചെയ്യുന്ന പോലാണ് ഇത് കട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഓരോ കട്ടിങ്ങിലും കിട്ടുന്ന ആ പീസിൻ്റെ അകത്തുള്ള നൂല് നമുക്ക് ഇതുപോലെ കൈവിരലെ ചുറ്റി ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കും. ആദ്യം കയ്യിൽ ഇച്ചിരി എണ്ണ പറ്റുന്നത് നല്ലതാണ്. ഏതെങ്കിലും വാഴക്കറയെല്ലാം ഉണ്ടെങ്കിൽ അത് പറ്റാതിരിക്കാൻ വേണ്ടി അത് സഹായിക്കും. അതിനുശേഷം ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുക. കുനുകുനാന്നുള്ള ഇതുപോലെ നമുക്ക് കൊത്തി അരിഞ്ഞ് എടുക്കാനായിട്ട് സാധിക്കും. ഈ വാഴപ്പിണ്ടിയിൽ ധാരാളം വാട്ടർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വാഴപ്പിണ്ടി കഴിച്ചു കഴിഞ്ഞാൽ ദഹനം നല്ല രീതിയിൽ നടക്കും. ലോ കലോറിയാണ് ഈ വാഴപ്പിണ്ടിയിലുള്ളത്. അതുപോലെ തന്നെ ഹാർട്ടിന്റെ സുഖമായിട്ടുള്ള പ്രവർത്തനത്തിന് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഫൈബർ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ പൊട്ടാസ്യം, വൈറ്റമിൻ B6 ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ധാരാളമായിട്ട് ഈ വാഴപ്പിണ്ടിയിൽ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ B6 ഉള്ളതുകൊണ്ട് കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ BP-യെ കൺട്രോൾ ചെയ്യും. ബ്ലഡ് ഷുഗറിനെ ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് പറമ്പിൽ സുലഭമായിട്ട് ലഭിക്കുന്ന വാഴയുടെ ഈ പിണ്ടി കളയാതെ നിങ്ങൾ ഇതുപോലെ തോരനോ മറ്റു വിഭവങ്ങളോ ഒക്കെ ജ്യൂസൊക്കെ അടിച്ച് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ ബ്ലഡ് ഷുഗറും അതുപോലെ BP-യും ഒക്കെ കുറയ്ക്കാനായിട്ട് ഇത് സാധിക്കുമെന്നുള്ള ഒരു ഗുണം ഈ വാഴപ്പിണ്ടിക്കുണ്ട്. ഇപ്പം നമ്മൾ ആ റിങ് പോലെ കട്ട് ചെയ്തിരിക്കുന്ന ആ വാഴപ്പിണ്ടി ശരിക്ക് ഇതുപോലെ കൊത്തി അരിഞ്ഞ് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ തേങ്ങ, ജീര, വെളുത്തുള്ളി, കറിവേപ്പില, അല്പം ജീരകം ഇതെല്ലാം കൂടി ഒരു മിക്സിയിലിട്ട് ചതച്ച് എടുക്കുക. അതിനുശേഷം ഒരു ഫ്രൈങ് പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ചതിന് ശേഷം ശുദ്ധമായിട്ടുള്ള ഉഴുന്ന് പരിപ്പ് കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഇടുക. അപ്പോൾ ആ ഉഴുന്ന് പരിപ്പ് കടുകും കൂടി ഇപ്പോൾ ഇടുന്നത് ഉഴുന്ന് പരിപ്പാണ്. ആ ഉഴുന്ന് പരിപ്പ് ഇവിടെ നല്ലവണ്ണം മൂത്ത് കഴിയുമ്പോഴത്തേക്ക് കറിവേപ്പില ഇതിലേക്ക് ഇടുക. അതിനുശേഷം നല്ലവണ്ണം ഇളക്കിക്കൊണ്ടിരിക്കണം. മുളക്, വറ്റൽ മുളക് 2 കറിവേപ്പിലയും കൂടി ഇങ്ങനെ ഇട്ട് അത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. അതിനുശേഷം അരിഞ്ഞു വെച്ച വാഴപ്പിണ്ടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം ശരിക്ക് ഇളക്കി കൊടുക്കുക. ആ കടുകും ഇതെല്ലാം കൂടി പൊട്ടിയത് ആ എണ്ണയും എല്ലാം കൂടി ഇതിൽ നല്ലവണ്ണം വഴറ്റി എടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയും ആ കൂട്ട് ഇതിൻ്റെ അകത്ത് ഇളക്കി നല്ലവണ്ണം മിക്സ് ചെയ്ത് വെക്കുക. അത് നല്ലവണ്ണം മിക്സ് ചെയ്തെങ്കിൽ മാത്രമേ ആ തേങ്ങയിലെയും ആ ചേർത്ത ചേരുവയിലെയും ഒക്കെ ഇതിലേക്ക് വാഴപ്പിണ്ടിയിലേക്ക് പിടിക്കത്തുള്ളൂ. അതിനുശേഷം സ്വല്പം വെള്ളം ഇതിലേക്ക് ഒഴിക്കണം. ഒഴിച്ചതിന് ശേഷം ഇതുപോലെ അടപ്പ് വെച്ച് അടയ്ക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടിക്കൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇടയ്ക്ക് കൊടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇത് വെക്കേണ്ടത്. ഏകദേശം ഒരു 15 മിനിറ്റ് നേരം ഈ പ്രിപ്പറേഷന് വേണ്ടി 15 മിനിറ്റ് നമ്മൾ ആവശ്യമുണ്ട്. അപ്പോൾ അത് നല്ലവണ്ണം വീണ്ടും ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ ആവി അടച്ചു വെക്കുമ്പോൾ ആവി കൊണ്ടാണ് ഇത് ശരിക്ക് വെന്ത് വരുന്നത്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു തോരനാണ് ഈ വാഴപ്പിണ്ടി തോരൻ, അല്ലെങ്കിൽ ബനാന സ്റ്റെം തോരൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നോക്കിയാൽ കാണാം ആ തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഡിഷാണ് ഇത്. നിങ്ങൾക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരമാവും. ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. താങ്ക് യു.